ഇന്ന് നമ്മൾ അന്ന് കാണിച്ച വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു ഷോർട്സിൽ കുറേ വീഡിയോസൊക്കെ ഇടാന്ന്. ഞങ്ങളെ വീട്ടിലൊക്കെ പോയിട്ട് കുറേ കഴിഞ്ഞു. ഞങ്ങൾ കുമളിക്ക് പോയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പുഷ്പമേള നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാണ് ഞങ്ങളവിടെ പോയത്. അവിടെ പോയി ഞങ്ങൾ പുഷ്പമേളയൊക്കെ കണ്ടു. ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ഞാനിങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ശരിക്കും തലവേദനയായിരുന്നു. തലവേദന ഇങ്ങനെ ഒരുപാട് ഛർദ്ദിച്ചുമൊക്കെ പോയതുകൊണ്ട് ആകെ വശം കെട്ടിട്ടാണ്. പിന്നെ ഞാൻ അവരുടെ കൂടെ എല്ലാം നിന്ന് അതൊക്കെ ഒന്ന് ഇല്ലെങ്കിൽ ഞാൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ ഇവർ മൂഡ് ഓഫ് ആകും. അതുകൊണ്ട് പിന്നെ ഞാൻ കുറേയൊക്കെ ഞാനിങ്ങനെ കടിച്ച് പിടിച്ച് നിന്നു. പക്ഷേ ചേച്ചി ഭയങ്കര ഹാപ്പിയായിരുന്നു. ചേച്ചി മീനോട്ടിനും ഇതിലെല്ലാം കീറുകയൊക്കെ ചെയ്തു. അവർക്കാണെങ്കിൽ ഒരു പേടിയില്ല. ഇതെല്ലാം താഴെ നിന്ന് കണ്ട് ഞാനും മകേഷേട്ടനും കൂടെ വീഡിയോ തന്നെ ചേച്ചി ആയിരുന്നു ആടുന്നത്. വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ ഉള്ള സാധനങ്ങളിലെല്ലാം ഇവർ രണ്ടും കൂടെ കീറി അടിച്ചു പൊളിച്ചു കേട്ടോ. അങ്ങനെ എന്തോ ഗോസ്റ്റ് ഹൗസ് അങ്ങനെ പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെ ആകെ ഇരുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും പേടിയൊക്കെയാണ്. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. അത് കുറേ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ വറുത്തതും ഏത്തയ്ക്ക ബജ്ജി കാ ബജ്ജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ അതും വാങ്ങിച്ചു. മീനോട്ടിനും വാങ്ങിച്ചു കൊടുത്തു. സന്ധ്യമയും വാങ്ങിച്ചു കഴിച്ചു. പക്ഷേ എനിക്ക് തലവേദനയായതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയേയില്ല. അത്രയ്ക്ക് വയ്യ. അവശ്യ നിലയിലായിപ്പോയി ഞാൻ. അവിടെ മീനോട്ടിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു മകേഷേട്ടനെ വിഷുക്കോടിയെ. അപ്പോൾ ഞങ്ങളവിടെ കുമളിലൊരു കടയിലൊക്കെ കയറിയ തേക്കടിയിലെ കുമളിയിലെ തേക്കടി ഭയങ്കര വിലയാണ് കേട്ടോ. അവിടെ ഇനി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ആയതുകൊണ്ട് അവിടെ ഭയങ്കര റേറ്റ് ആണെന്നാണ് അവിടെ ഉള്ളവർ പറയുക. എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് 3-4 ജോഡി ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് കുറച്ച് മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഭയങ്കര വിലയാണ് കേട്ടോ. വാങ്ങണ്ടായിരുന്നു പിന്നെ ഓർത്തു ഇങ്ങോട്ടെങ്ങാനും വന്ന് വാങ്ങിയാൽ. പിന്നെ അവിടം വരെ വന്ന് പോയതല്ലേ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടാന്ന് ഓർത്താൽ വാങ്ങിയത്. പിന്നെ ഞങ്ങളൊരു കുറേ ചിപ്സൊക്കെ അവർക്ക് ഇഷ്ടംപോലെ ചിപ്സ് കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി കുറേ ചിപ്സൊക്കെ വാങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ സംഭവമില്ലേ, എൻ്റെ പേരെന്തുമായിരുന്നു, ജോനും പേര് ഞാൻ മറന്നുപോയി. ഏതൊക്കെയാലും അത് പച്ചയ്ക്ക് ഇങ്ങനെ പുഴുങ്ങിയിട്ട് അതിൻ്റെ പേര് സത്യമായിട്ട് ഞാൻ മറന്നുപോയി. അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വാങ്ങിച്ചു. മീനോട്ടനും കഴിച്ചു, ഞാനും കഴിച്ചു. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ കുറേ സമയം പിന്നെ ഇങ്ങനെ മത്സ്യകന്യക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്ത് പോയി ഓരോന്ന് കാണുമ്പോൾ അവിടെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ താമരയുടെയൊക്കെ വിത്താണ്. ഇതേപോലെ വരുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കുറേ വിത്തുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പറയുന്നത് ഇതേപോലെ തന്നെ വരുമെന്നാണ്. അങ്ങനെ വിത്തുകളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ പഴയ കാലം മുട്ടായികളൊക്കെ ഇല്ലയോ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ മീനോട്ടിന് വേണമെന്ന് വെച്ചപ്പോൾ മുട്ടായി, അപ്പോൾ സ്വീറ്റ്സ് ഒന്നും നമുക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ നമുക്ക് അവിടെ കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കയറി ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമ്മളിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ പിന്നെ ഈ കമ്മൽ മാലയൊക്കെ എത്തിയപ്പോൾ അവിടെ ഞാൻ സ്റ്റക്കായി കേട്ടോ. അവിടെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പക്ഷേ ഭയങ്കര റേറ്റാണ്. നമ്മൾ സാധാരണ കടകളിലൊക്കെ പോയി വാങ്ങുന്ന പോലെ തന്നെ വിലയായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മലും വാങ്ങിച്ചു. ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെയുള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.